ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജിയോണി എന്ന ബ്രാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ ജിയോണിയുടെ ലേറ്റസ്റ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ചുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ഫസ്ലു. വെൽക്കം ടു ഫസ്ലു ടെക്. ചൈനയിലെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറായ ജിയോണി 2016 ഇന്ത്യയിലേക്ക് വരുന്നത്. ആന്ധ്രാപ്രദേശിലായിരുന്നു ഇവരുടെ ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ മോഡലായിരുന്നു F103, ജിയോണി F103. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ക്ലിക്കായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ കുറച്ച് മോഡലുകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ മോഡലും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്കായി പോയിട്ടുണ്ട്. കൂടുതൽ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ കുറഞ്ഞ വിലക്കും കിട്ടുന്ന നല്ല രീതിയിലുള്ള സ്മാർട്ട് ഫോണുകൾ ജിയോണി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. 2018 ശേഷം ജിയോണിയിൽ നിന്നും കാര്യമായിട്ട് സ്മാർട്ട് ഫോൺ ലോഞ്ചിങ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ വിപണി നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ 2020 ഓഗസ്റ്റ് 25 അവരുടെ പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ചിങ് ഉണ്ട്. ജിയോണി മാക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മെയിനായിട്ട് ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. 2016 മുതൽ ഓഫ്ലൈൻ വഴിയാണ് സെയിൽ നടത്തിയെങ്കിലും ഇപ്പോൾ ഇവർ ഓൺലൈൻ വഴിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ജിയോണി മാക്സിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ജിയോണി മാക്സ് മെയിനായിട്ട് വരുന്നത് ഒരു ബജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഏകദേശം 6000 രൂപയ്ക്ക് താഴെയായിരിക്കും. 5999 രൂപയാവാനാണ് ചാൻസ്. അതല്ലെങ്കിൽ 5499 രൂപ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഇത് മെയിനായിട്ട് വരുന്നത് 2GB റാമും അതുപോലെ തന്നെ 32GB ഇൻറ്റേർണൽ മെമ്മറിയാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ 6.1 HD+ ഡിസ്പ്ലേ ആയിരിക്കും. ഫുൾ വ്യൂ ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 2.5D കർവ്ഡ് ഗ്ലാസ് ഡിസൈൻ ഉണ്ടായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് തരുന്നതായിരിക്കും. കാരണം ബാറ്ററി നമുക്ക് 5000 mAh ബാറ്ററി തന്നെ തരുന്നുണ്ട്. ഓഗസ്റ്റ് 25 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ ലോഞ്ചിങ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോഞ്ചിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് കമ്പനി പുറത്തു വിടുന്നുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു ടെക് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരും. ഗുഡ് ബൈ.